എനിക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ കാണുമ്പം വളരെ വിഷമം വരും. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, കുഞ്ഞു പിള്ളേർ, അങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നും. അന്നേരം പലപ്പോഴും ഞാനും നഴ്സുമാരും പേഷ്യൻ്റ് പോയി കഴിഞ്ഞ് ഞങ്ങളൊന്ന് കാര്യം ആശ്വാസം കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ തോന്നാന്ന് വെച്ചാൽ വിളിച്ചൊരു ചോദ്യം ചോദിക്കാൻ. അവർക്ക് തോന്നരുത് അവർ ചോദിക്കുന്ന ചോദ്യം ഒരു പൊട്ട ചോദ്യമാണ്, കാരണം ഈ ലോകത്ത് അങ്ങനെ ഒരു ചോദ്യം ഇല്ല. അപ്പം അന്നേരം നമ്മൾ കൈയുടെ വിരലിൻ്റെ പത്തിഭാഗത്തിൻ്റെ പരന്ന ഭാഗം, അതായത് അതിൻ്റെ അറ്റമല്ല, വിരലിൻ്റെ അറ്റമല്ല, പത്തിഭാഗത്തെ പരന്ന ഭാഗം ഉപയോഗിച്ച് നമ്മൾ ആദ്യം കക്ഷം പരിശോധിക്കുക. കൈ പൊക്കി കക്ഷത്തിലേക്ക് കൈ വെച്ചിട്ട് കൈ താത്തേച്ച് അത് താഴോട്ടിങ്ങനെ ഒരിത്തിരി പ്രഷറോടെ നമ്മൾ കൈ കൊണ്ടുവരാം. അപ്പോൾ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ നമ്മൾ അറിയാൻ വലിയ പാടാണ്. ഒരു സ്റ്റഡി ഇല്ല പറയാൻ ഇന്നത് കഴിച്ചാൽ നമുക്ക് ക്യാൻസർ വരില്ല എന്ന്, അല്ലെങ്കിൽ ഇന്നത് കഴിച്ചത് കൊണ്ടാണ് ക്യാൻസർ വന്നതെന്ന്. പക്ഷെ നമുക്കറിയാവുന്നത് ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എല്ലാത്തിനും. അപ്പോൾ ഭയക്കരുത്, അതൊരു ജേണിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ആൻഡ് കഠിനമായ ഒരു യാത്ര തന്നെയാണ് നമ്മുടെ ക്യാൻസർ ജേണി. പക്ഷെ അത് കഴിയുമ്പം ക്യാൻസർ പോയി എന്നുള്ള ആ ഒരു ആശ്വാസം അത് ഓർമ്മയിൽ വെക്കുക ഇതിനിറങ്ങിത്തിരിക്കുമ്പം. നല്ലൊരു മെസ്സേജാണ് സന്ധ്യ പറഞ്ഞത്. ഇത് പേഷ്യൻ്റ് ഇത് കഠിനമായ യാത്രയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് എന്ത് രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സാധാരണ പല ക്യാൻസർ വന്ന ആൾക്കാരോടും ചോദിച്ചാൽ അവർക്ക് സഹതാപമല്ല വേണ്ടിയെന്ന് പറയും. മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായവും വേണ്ട അവർക്ക്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് കഴിക്കരുത്, അത് ചെയ്യരുത്, അയ്യോ അനങ്ങല്ലേ, ഇതൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് വേണ്ടിയത് അവർക്ക് വേണ്ടിയ രീതിയിലുള്ള സപ്പോർട്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്ന അവരോട് ചോദിക്കുക, എന്ത് സഹായം നിങ്ങൾക്ക് വേണ്ടിയ എന്നുള്ളത്. പിന്നെ നമ്മൾ നല്ലൊരു ലിസണറാവുക. അവർക്ക് ആരോടെങ്കിലും അവരുടെ പ്രയാസങ്ങൾ പറയാൻ, അവർക്കൊരു ചെവിയാകാൻ, അവർക്കൊരു താങ്ങാകാൻ നമ്മളവിടെ ഉണ്ടാവുക. ഒന്നും തിരിച്ച് പറയേണ്ട ആവശ്യമില്ല, വെറുതെ കേൾക്കുക അവരുടെ വിഷമം, എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക. കുഴപ്പമില്ല, അടുത്ത ഇതിൽ ശരിയാവും എന്നുള്ള ആ ഒരു ആശ്വാസം അവർക്ക് കൊടുക്കുക. എന്തുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നേരിടാം. അങ്ങനെ ഒരു നല്ല സുഹൃത്താകാമെങ്കിൽ അതൊക്കെയാണ് അവർക്ക് ആ സമയത്ത് ആവശ്യം. അപ്പോൾ പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള സഹായം. ഇപ്പം നമ്മൾ പലരും ഇവിടെ മൈഗ്രൻസാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. നമുക്കിവിടെ പലർക്കും വേറെ ആരും ഇല്ല. അപ്പോൾ ആ കുടുംബത്തിന് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട്. ഇപ്പം ചിലപ്പോൾ ചിലർക്ക് അപ്പോയിൻമെൻറ്റിന് കൊണ്ടുപോകാനായിരിക്കും സഹായം ആവശ്യം. അവർ വണ്ടി ഓടിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് വണ്ടി ഓടിക്കാൻ തോന്നുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൊച്ചു കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരാഴ്ച അവർക്ക് തീരെ വയ്യെങ്കിൽ ആ ആഴ്ച ആരെങ്കിലും അവരുടെ പിള്ളേരെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടുക, ആക്ടിവിറ്റീസിന് കൊണ്ടുപോകുക. കാരണം പിള്ളേർ അവരുടെ ജീവിതം അതുപോലെ തന്നെ കൊണ്ടുപോയാലേ പിള്ളേർക്ക് വിഷമമില്ലാതെ വരുള്ളൂ. അപ്പോഴേ പേഷ്യൻറ്റിനും വിഷമം കുറയത്തുള്ളൂ. കറക്റ്റ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നൊരു റോസ്റ്റർ ഉണ്ടാക്കി ആഹാരം കൊണ്ട് ഡെലിവറി ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന സഹായങ്ങൾ വളരെയധികം സഹായമായിരിക്കും ആ സമയത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആ ആളിനോട് തന്നെ ചോദിക്കുക, ക്യാൻസർ കടന്നു പോകുന്ന ആ വ്യക്തിയോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്താലാണ് അത് സഹായമാവുക എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ സഹായം കൊടുക്കുക. നല്ലൊരു കാര്യമാണ് സന്ധ്യ പറഞ്ഞത്. അതോടൊപ്പം ഞാൻ ചോദിക്കട്ടെ സന്ധ്യ, ഒരു പേഷ്യൻറ്റിന് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം തോന്നുന്നത് ഒരു ഞെട്ടലായിരിക്കും, വിഷമമുണ്ടാകും. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പലരും പല രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്. എങ്കിൽ തന്നെ
ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ വളരെ ഒരു പോസിറ്റീവായിട്ട് കാണുകയാണ്. ദിസ് ടു വിൽ പാസ് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാനതിനെ കാണുന്ന ഒരാളെ സംബന്ധിച്ചും വേറൊരാൾ അയ്യോ എനിക്കിത് വന്നല്ലോ, എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ആയല്ലോ, എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതിയേക്കാളും ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാൾക്കായിരിക്കും സർവൈവൽ ഇച്ചിരൂടെ ഫാസ്റ്റ് എന്ന് സന്ധ്യയ്ക്ക് തോന്നിയിട്ടുണ്ടോ? സർവൈവൽ അല്ല, പക്ഷെ എനിക്കൊന്ന് ആ ജേണി കടന്നു പോകാനും അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടാനും നമുക്ക് കുറേ കൂടെ ശക്തി ഉണ്ടാവും. നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ല ഗ്ലാസ് ഹാഫ് ഫുൾ. നമ്മൾ എല്ലാം ഒരു പറ്റുന്ന അത്രയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെടുത്താൽ. വളരെ കട്ടിയുള്ളൊരു ജേണിയാണ് ക്യാൻസർ. അപ്പം എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയായാലും നമുക്ക് ഇടയ്ക്ക് ഒരു ചിന്ത വരും, എന്തുകൊണ്ട് എന്താ ഞാൻ ചെയ്തത് ഇത് വരാൻ. എല്ലാവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. പക്ഷെ ചിലരുടെ മനസ്സ് അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. ചിലരുടെ മനസ്സ് അത് മാറ്റി വെച്ചിട്ട് എന്നാലും എനിക്കെൻ്റെ മക്കൾ ചുറ്റുമുണ്ട്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചുറ്റുമുണ്ട്, എൻ്റെ സിംറ്റംസ് വലിയ കുഴപ്പമില്ല, എൻ്റെ സൈഡ് എഫക്ട്സ് നാളെ ഒരു പുതിയ ദിവസം. അങ്ങനെ നോക്കുന്നവർ കുറേ കൂടെ ആ ജേണി നേരിടാനും അതിൻ്റെ പ്രയാസങ്ങൾ കടന്നു പോകാനും അവരെ അത് സഹായിക്കും. ആ ആറ്റിറ്റ്യൂഡ് നല്ലൊരു മെസ്സേജാണ് സന്ധ്യ ഇപ്പോൾ പറഞ്ഞത്. സന്ധ്യയുടെ ഡേ ടു ഡേ ലൈഫിൽ ഒട്ടുമുക്കാലും പേഷ്യൻസ് ഇതുപോലെയുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു വരുന്നവരെയാണ് സന്ധ്യ കാണുന്നത്. സ്വാഭാവികമായിട്ടും വളരെ ഒരു സ്ട്രെസ്സ് തരും ഇതിന്. പക്ഷേ വർഷങ്ങളായിട്ടിത് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കാണുന്നു, ആശ്വാസം കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സ്ട്രെസ്സ് സന്ധ്യ മാനേജ് ചെയ്യുന്നത്? അതൊരു ചോദ്യം. അത് ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ വീട്ടിൽ ഈയിടെ സംസാരിക്കാറുണ്ട്. കാരണം പിള്ളേരൊക്കെ ഇതുപോലത്തെ ഫീൽഡുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ശരിയാണ്, ഡോക്ടേഴ്സ് എല്ലാവരും കുറച്ചൊക്കെ നമ്മുടെ ജോലിയിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോകും. ഉദ്ദേശിച്ചില്ലെങ്കിലും അത് മനസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ കിടക്കും. എനിക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ കാണുമ്പം വളരെ വിഷമം വരും. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, കുഞ്ഞു പിള്ളേർ, അങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നും. അന്നേരം പലപ്പോഴും ഞാനും നഴ്സുമാരും പേഷ്യൻ്റ് പോയി കഴിഞ്ഞ് ഞങ്ങളൊന്ന് കരയും. ഉള്ള സത്യം, ഞങ്ങൾ കരയും. ഞങ്ങൾ ആ കഥ ഷെയർ ചെയ്യും. ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ എങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം അവരെ സഹായിക്കാൻ എന്നിങ്ങനെ ആലോചിക്കും. അത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ആശ്വാസം വരും. എന്ന് വെച്ചാൽ ആ ഒരു വിഷമം നമ്മൾ പങ്കിട്ടു വേറൊരാളുമായിട്ടെന്നുള്ളത്. പിന്നെ അത് അവിടെ തന്നെ ആ ക്ലിനിക്കിലായതുകൊണ്ട് അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ സാധാരണ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും എക്സസൈസ് വേണ്ടി വരും. എന്ന് വെച്ചാൽ ഒന്നിൽ നടക്കാൻ പോവുക. പ്രകൃതി നമുക്ക് ഒത്തിരി ആശ്വാസം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ വെറുതെ ഒന്ന് നടക്കാൻ പോവുക, അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. നമ്മൾ വീണ്ടും നമ്മളെ റീസെറ്റ് ചെയ്യുക. അത് എന്നുവെച്ചാൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാനുണ്ടെന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കും, ഓർക്കും. അങ്ങനെ പിന്നെ കൂടാതെ നമ്മുടെ ചുറ്റും ഉള്ള നമ്മുടെ കുടുംബം, അവരും നമ്മളെ ഗ്രൗണ്ട് ചെയ്യും ഈ കാര്യത്തിൽ. അവരുമായിട്ട് വെറുതെ സംസാരിക്കുക. ഈ കാര്യം സംസാരിക്കണമെന്നില്ല, പക്ഷെ സംസാരിക്കുക, മെഡിസിൻ അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അതും ഒരു ഔട്ട്ലെറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ എടുക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ട്രെയിനീസിനോടും ജൂനിയർ സ്റ്റാഫിനോടും എപ്പോഴും പറയും, നിങ്ങൾ കരിയർ തുടങ്ങുന്നു, നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം. നിങ്ങൾ ആ ബ്രേക്കിംഗ് പോയിൻ്റ് എത്താതിരിക്കാൻ. അതിന് നമ്മൾ സെൽഫ് റെക്കഗ്നിഷൻ വേണം. എന്നെ എന്തോ ഒരു കാര്യം ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുറേ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്താലാണിത് കുറയ്ക്കുക, അല്ലെങ്കിൽ അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്കിംഗ് പോയിൻ്റ് എത്തും. സോ നമ്മൾ ഒരു സെൽഫ് റിയലൈസേഷൻ വേണം. അതിനനുസരിച്ച് നമ്മളൊരു പ്ലാനിങ്ങും അല്ലെങ്കിൽ ഒരു റീ തിങ്കിങ്ങും വേണം ആ സമയത്ത്. അപ്പം നമ്മൾ റെഗുലറായിട്ട് ബ്രേക്സ് എടുക്കണം.
ആക്ച്വലി ഇതിന് നന്ദി പറയേണ്ടത് എൻ്റെ ഭർത്താവിനോടാണ്. പുള്ളിക്കാരൻ എല്ലാ വർഷവും നേരത്തെ പറയും, നമുക്ക് ഈ വർഷം ഇത്ര മാസം കൂടുമ്പോൾ യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയും. വലിയൊരു കാര്യമാണ്. അതെ, കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എത്തും. അപ്പോൾ ബ്രേക്സ്, പിന്നെ ഡാൻസ്, അതെനിക്കൊരു വലിയ ഔട്ട്ലെറ്റാണ്. പലരോടും ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ട്. മെഡിസിനിൽ പലർക്കും ഒന്നിലൊരു സ്പോർട്ടിങ് ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ബെൻഡുണ്ട്. അപ്പോൾ പലരും മ്യൂസിക്, ആർട്ട്, സ്പോർട്സ് ഇങ്ങനെയാണ് നമ്മൾ ഒരിച്ചിരി ആശ്വാസം നേടുന്നത് ഈ ഡെയിലി റുട്ടീനിൽ നിന്നും, അല്ലെങ്കിൽ ഡെയിലി സങ്കടം വരുന്ന കഥകളിൽ നിന്നും. എന്ത് തരം ഡാൻസ് ആണ് സന്ധ്യയ്ക്ക് പാഷൻ? ഞാൻ ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസറാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈല് കുച്ചിപ്പുടിയാണ്. അത് കഴിഞ്ഞ് മോഹിനിയാട്ടം. അരങ്ങേറ്റം ഏത് പ്രായത്തിൽ കഴിഞ്ഞിരുന്നു? ഞാൻ പഴയ സ്കൂളാണ്. അരങ്ങേറി, പക്ഷെ അരങ്ങേറ്റം എന്നുള്ള തമിഴ് കോൺസെപ്റ്റ് പ്രകാരം ചെയ്തിട്ടില്ല. ഇവിടെ പെർഫോമൻസ് ചെയ്യാറുണ്ടോ ന്യൂസിലൻഡിൽ? ഇപ്പോഴും കഴിയുമെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഞാൻ ചെയ്യും. എൻ്റെ പിള്ളേരെ എല്ലാ 2 മാസം കൂടുമ്പോഴും സ്റ്റുഡൻസ് ചെയ്യാറുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. അതപ്പോൾ നല്ലൊരു ഡിസ്ട്രാക്ഷനാണ് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സത്യമായിട്ടും അതെ കേട്ടോ. പ്രത്യേകിച്ചും ഡാൻസ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ അന്നേരത്തെ ഫീലിങ്ങിനനുസരിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ സങ്കടമാണെങ്കിൽ അങ്ങനത്തെ ഒരു പീസ് ചെയ്താൽ നമ്മുടെ സങ്കടം മുഴുവൻ നമുക്കങ്ങ് എക്സ്പ്രസ് ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വന്നത് എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു ദേഷ്യത്തിലൊരു പീസ് അങ്ങോട്ട് ചെയ്താൽ അത് നമുക്ക് ആ ഭാരം അഴിച്ചു വെക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി ചെയ്ത പോലത്തെ ഡാൻസൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കറൻറ്റ് ആയിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സുമായിട്ട് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലേ? എങ്ങനെയാണ് സന്ധ്യ ഈ എല്ലാവിധ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും സന്ധ്യ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നത്? എന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട് ഞങ്ങളെ മോണിറ്റർ ചെയ്യുന്ന. അതിൻ്റെ നിയമപ്രകാരം നമ്മൾ ഇത്രയും കണ്ടിന്യൂഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എല്ലാ വർഷവും ചെയ്തിരിക്കണമെന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ കോഴ്സസ് ചെയ്യുമായിരിക്കും, ഷോർട്ട് കോഴ്സസ്. ചിലപ്പോൾ നമ്മൾ വേറൊരു കൊളീഗിൻ്റെ പ്രാക്ടീസോ അതെങ്ങനെയാണ് നമ്മുടേതുമായിട്ട് വ്യത്യസ്തമാണെന്നുള്ളത് പോയി പരിശോധിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഓവർസീസ് കോൺഫറൻസസിന് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ കോൺഫറൻസസ്. ഇങ്ങനെ പല പല വിധത്തിൽ കൂടെ നമ്മൾ ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ പഠിപ്പീരും. നമ്മൾ പബ്ലിക് സിസ്റ്റത്തിൽ ജോലി ചെയ്യുമ്പം പഠിപ്പീര് അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ എനിക്ക് റിസർച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് ന്യൂസിലൻഡ് വലിയ വലിയ റിസർച്ച് ബർത്ത് പ്ലേസ് അല്ല, എന്നാലും നമുക്ക് പറ്റുന്ന ആ ചെറിയ ചെറിയ വിധത്തിലുള്ള റിസർച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസും രജിസ്ട്രാഴ്സ് വഴിയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളത് സൂപ്പർവൈസ് ചെയ്യും, അതിൻ്റെ കറക്ഷൻസൊക്കെ ചെയ്യും, അവർക്ക് ഐഡിയാസ് കൊടുക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കറൻറ്റ് ചേഞ്ചസുമായിട്ട് നമ്മൾ അബ്രസ്റ്റ് ആയിട്ടിരിക്കുന്നു. ജീനോമിക് റിസർച്ച് ഇപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷനെ എത്രത്തോളം സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ജിനോമിക് റിസർച്ച് കുറേ ഉണ്ട്, പക്ഷേ എന്നാൽ അത് അത്ര വാസ്റ്റാണ്. അതിപ്പോഴും വളരെ ബേബി സ്റ്റേജസിലാണ്. അത് ബ്രസ്റ്റ് ക്യാൻസറിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു 5% കുറവുള്ള ആൾക്കാർക്ക് ഈ ജനറ്റിക് ഡിഫക്റ്റ് കാരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. മിക്കവാറും ഉള്ളവർക്കല്ല. എല്ലാവർക്കും ആരെങ്കിലും അറിയായിരിക്കും കുടുംബത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത്, പക്ഷെ അതുകൊണ്ട് നമുക്കത് വരണമെന്നില്ല. അപ്പോൾ ശരിക്കും ജനറ്റിക് ഡിഫക്റ്റ് ഉള്ളത് 5% കുറവുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ജീനോം ബേസ്ഡ് ടെസ്റ്റിംഗ്. അപ്പോൾ അവർക്ക് അവരുടെ ആ ജീൻ സീക്വൻസിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരമാണ്. കാരണം ക്യാൻസർ വരുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചാൽ അവർക്ക് പ്രിവെൻറ്റീവ് സർജറി ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ടി വരില്ല. അപ്പം
ആ ഒരു ഏരിയയിൽ ഇത് വളരെയധികം സഹായിക്കും. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിലെ ജെനോമിക് റിസർച്ച് സഹായിച്ചിട്ടുള്ള വേറെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ചില ട്രീറ്റ്മെൻറ്റ്സിന് ചിലർ ബോർഡർ ലൈനാണ്, അത് എടുത്താൽ അത്ര വലിയ ഗുണമുണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് ഒരു സ്പെസിഫിക് ജെനോമിക് ടെസ്റ്റിങ്ങിൽ കൂടെ തീരുമാനിക്കാൻ പറ്റും അവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടോ അതോ ഒട്ടുമേ ബെനിഫിറ്റ് ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജെനോമിക് ടെസ്റ്റിംഗ് സഹായിക്കും. അപ്പോൾ ഇതാണ് ജെനോമിക് റിസർച്ചിൻ്റെ ആപ്ലിക്കേഷൻ ബ്രസ്റ്റ് ക്യാൻസർ. അത് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നു സന്ധ്യ, ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ടോ? പൊതുവെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് പുരുഷന്മാർക്ക് അമ്മയിൽ നിന്നും സ്ത്രീകൾക്ക് അപ്പനിൽ നിന്നും ജീൻസ് അല്ലെ ഹെറിഡിറ്ററി ഇത് കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഇത് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, 95% ആൾക്കാർക്ക് ഹെറിഡിറ്ററി അല്ല, എന്നാൽ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ കാണും. ഹെറിഡിറ്ററി ആണോ എന്ന് കൂടുതൽ സംശയം തോന്നുന്നത് ഇപ്പം നമുക്ക് അതിപ്പോൾ അപ്പൻ്റെ സൈഡ് അമ്മയുടെ സൈഡെന്നില്ല ബ്രസ്റ്റ് ക്യാൻസറിന്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ 3 ബന്ധുക്കളിൽ കൂടുതൽ 3 കൂടുതൽ ബന്ധുക്കൾക്ക് ബ്രസ്റ്റ് ക്യാൻസറോ ഓവേറിയൻ ക്യാൻസറോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ GP കണ്ടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ മിക്കവാറും ഉള്ളവർക്ക് 1-2 പേര് കാണും കുടുംബത്തിൽ. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുമെന്നല്ല. പക്ഷെ ചിലർക്ക് ഈ 1-2 പേരുള്ള കുടുംബക്കാർക്കും അതിൽ ആർക്കെങ്കിലും വളരെ ചെറുപ്പമായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ സ്ക്രീനിങ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് GP കണ്ട് ഇത് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മളെല്ലാവരും ഇപ്പം തിരക്കുള്ള ജീവിതത്തിൽ എല്ലാവരും ഇപ്പം IT-യിലാണെങ്കിലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം തിരക്കുള്ളൊരു ജീവിത രീതിയാണ് നമുക്കെല്ലാവർക്കും. ലൈഫ് സ്റ്റൈലും എക്സസൈസും ഡയറ്റും ഒക്കെ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണം നമുക്കിതിനോട് പേടിയുണ്ടെങ്കിൽ? അറിയാൻ വലിയ പാടാണ്. ഒരു സ്റ്റഡി ഇല്ല പറയാൻ ഇന്നത് കഴിച്ചാൽ നമുക്ക് ക്യാൻസർ വരില്ല എന്ന്, അല്ലെങ്കിൽ ഇന്നത് കഴിച്ചത് കൊണ്ടാണ് ക്യാൻസർ വന്നതെന്ന്. പക്ഷെ നമുക്കറിയാവുന്നത് ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എല്ലാത്തിനും. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാലൻസ്ഡ് ഡയറ്റ്, എക്സസൈസ്, പിന്നെ കഴിയുന്നത്ര സ്ട്രെസ് റിഡക്ഷൻ. സ്ട്രെസ്സിന് രോഗങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഈ മനസ്സും ശരീരവുമായിട്ടുള്ള ആ കണക്ഷൻ്റെ അതിൻ്റെ ആ ശരിയായ വിവരം ഒരു റിസർച്ചിൽ കൂടെ ഇതുവരെ ഫുള്ളി പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് കഴിയുന്നത് ഈ 3 കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമായിരിക്കും. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ കൂടെയും ഒരു പേഷ്യൻറ്റും ഡോക്ടറും കൂടെ ഉള്ള ഒന്നിച്ചുള്ള ഒരു ജേർണിയാണ് ഈ ഒരു കാലഘട്ടം. എപ്പോഴാണ് ഈ ഒരു പ്രൊഫഷൻ ഏറ്റവും ഒരു റിവാർഡിംഗ് ആയിട്ട് ഡോക്ടർ സന്ധ്യയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്? എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ റിവാർഡിംഗ് ആവുന്നത് പലപ്പോഴും ഞാൻ കൗണ്ടീസിൽ പല പേഷ്യൻസും വരും, അവർക്ക് മോഡേൺ മെഡിസിൻ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ സമയം ചിലവാക്കി അപ്പം നമുക്ക് പറയാം, ഓക്കെ യു ഡോണ്ട് വാണ്ട് ട്രീറ്റ്മെൻറ്റ് എന്നാൽ പൊയ്ക്കോ എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. നമുക്കറിയാം ഈ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഉപകാരപ്പെടുമെന്ന്. അപ്പം നമ്മൾ കുറച്ചും കൂടെ സമയം ചിലവാക്കി എന്തുകൊണ്ടാണ് അവരത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതെന്നും അവരുടെ ഭയങ്ങൾ എന്താണ്, അവരുടെ വിഷമങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ച് അതിനൊരു ആശ്വാസം കൊടുക്കാൻ നോക്കി. പിന്നെ ചിലർക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അപ്പോൾ അതെങ്ങനെ നമ്മുടേതും കൂടെ ചേർത്ത് രണ്ടും കൂടെ കൊണ്ട് നടക്കാൻ പറ്റും എന്നൊക്കെ അന്വേഷിച്ച് കുറേ കൺസൾട്ടേഷൻസ്
എടുക്കും ചിലപ്പം. നമ്മൾ ഒരു കൺസൾട്ടേഷനിൽ നമുക്ക് ഇതിനൊരു ഒത്തുതീർപ്പിലെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ പല പ്രാവശ്യം കാണും. എഗൈൻ ഓപ്പൺ ഡോർ പോളിസി. നമ്മൾ അവർക്ക് വേണമെങ്കിൽ നമ്മളെ ഇടയ്ക്ക് വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ നമ്മൾ ആ വാതിൽ തുറന്ന് എപ്പോഴും ഇട്ടിരിക്കണം. അതിൽ നിന്നും കുറേ സമയം നമ്മൾ ചിലവാക്കി ചിലപ്പോൾ ചിലർ രണ്ടും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിക്കും. ആ ദിവസം ഞങ്ങൾക്ക് ക്ലിനിക്കിൽ എന്താണ് സന്തോഷം എന്നറിയാം. എനിക്ക് അന്നൊരു വലിയ സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരാളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തി എന്നുള്ളൊരു ഫീലിങ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇവിടെ നമ്മുടെ ഈ ഷോയിൽ വേറൊരു സർജൻ ഇവിടെ പങ്കെടുത്തിരുന്നു. അപ്പം അദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, ഡോക്ടേഴ്സ് ക്യാൻ ഹീൽ ഈവൻ ഇഫ് ദേ കാൺട്ട് ക്യൂർ. ആ ഒരു അപ്രോച്ചാണോ സന്ധ്യയും സ്വീകരിക്കുന്നത്? അബ്സല്യൂട്ട്ലി. നമുക്കെല്ലാം ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, തീർച്ചയായിട്ടും. ഞാനിപ്പോഴും ഓർക്കുന്നു, മെഡിക്കൽ സ്കൂളിൽ കയറിയപ്പം ഒരു സീനിയർ ലെക്ചറർ വന്നിട്ട് പറഞ്ഞത്, വി കനോട്ട് ഫിക്സ് ദ ബോഡി ഫിക്സസ് ഇറ്റ് സെൽഫ്, വി ആർ ബട്ട് ഹെൽപ്പേഴ്സ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. അത്ര മനോഹരമായൊരു മെസ്സേജാണത്. അതെ, അത് ശരിയാണ്. നമ്മൾ വെറും ഹെൽപ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഹീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കുക, നമുക്ക് അറിയാവുന്ന കലയും വിവരവും വെച്ച് അവരെ പ്രാക്ടിക്കലായിട്ട് സഹായിക്കുക, നമ്മുടെ സ്കില്ല് യൂസ് ചെയ്ത്. പിന്നെ അവർക്കൊരു താങ്ങും തുണയായിട്ട് ആശ്വാസം കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ തോന്നുകയെന്ന് വെച്ചാൽ വിളിച്ചൊരു ചോദ്യം ചോദിക്കാൻ. അവർക്ക് തോന്നരുത് അവർ ചോദിക്കുന്ന ചോദ്യം ഒരു പൊട്ട ചോദ്യമാണ്. കാരണം ഈ ലോകത്ത് അങ്ങനെ ഒരു ചോദ്യം ഇല്ല. അവൻ്റെ മനസ്സിൽ തോന്നുന്നത് ചോദിക്കാൻ പറ്റണം സ്വാതന്ത്ര്യമായിട്ട്. അതിന് തക്ക മറുപടിയും കിട്ടാൻ പറ്റണം. അതാണ് ഒരു ഡോക്ടറിൻ്റെ ജോലി. അതിൽ കൂടെ രോഗിക്ക് ക്യൂർ കിട്ടിയില്ലെങ്കിലും ആശ്വാസം നേടും. സോ അതാണ് ഹീലിംഗ്. അതിൽ ഇതിനോട് കൂട്ടിവെച്ച് ഞാൻ ചോദിക്കട്ടെ, ഒരു സർജൻസ് പ്രെയർ എന്ന് കേട്ടിട്ടുണ്ട്, മൂവികളാണെങ്കിലും വായിച്ചിട്ടുമുണ്ട്. സന്ധ്യയുടേതായ രീതിയിൽ ഓരോ സർജറി ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും പാലിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിന് സന്ധ്യയുടെ സമീപനം? ഉണ്ട്. മനസ്സിലൊരു ശ്ലോകം ചൊല്ലും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കയറേണ്ടതാണെങ്കിൽ നമ്മൾ ഈശ്വരനോട് പറയും, നമ്മുടെ കൈകൾ ചെയ്യുന്നതും മനസ്സാലോചിക്കുന്നതും എല്ലാം ആ മേശപ്പുറത്ത് കിടക്കുന്ന ആളിൻ്റെ ഗുണത്തിനായിരിക്കണമെന്ന്. നമ്മൾ ചില സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, ഓൺ ദ സ്പോട്ട്. അപ്പം നമ്മുടെ വിവരവും ആ സന്ദർഭത്തിൽ കാണുന്ന എല്ലാം ആഡപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്. ഈശ്വര, ആ തീരുമാനം ഒരിക്കലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തോന്നിക്കരുത്. നമുക്ക് പറ്റുന്ന പോലെ എപ്പോഴും നന്മ ആൾക്കാർക്ക് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അതിപ്പം അത് നമ്മുടെ മനസ്സിൽ കൂടെ ചിലപ്പോൾ കടന്നു പോകത്തേ ഉള്ളൂ, പക്ഷേ എപ്പോഴും ആ ചിന്തയുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ് അത് കേൾക്കാൻ സാധിച്ചത്. ഒരു ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് ഇപ്പോൾ സന്ധ്യ പറഞ്ഞു. നമുക്ക് ഒത്തിരി ആലോചിക്കാനോ കൺസൾട്ട് ചെയ്യാനോ ഒന്നും ആ സമയത്ത് സമയം ഉണ്ടാവില്ല. നമ്മൾ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളാണെന്നാണ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത്രയും നാളത്തെ ഒരു ദീർഘമായ കരിയർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഞാൻ എടുത്ത ഒരു ഡിസിഷൻ തെറ്റിപ്പോയോ, എനിക്ക് ഇങ്ങനെ എടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു രോഗിക്ക് സാധാരണ ചാനലിൽ കൂടെ അല്ലാതെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ വന്നാലും നമ്മൾ 10 പ്രാവശ്യം ഇത് ആലോചിക്കും. അത് സെൽഫ് റിഫ്ലക്ഷനാണ്. ആൻഡ് ഞങ്ങൾ പറയും ഹെൽത്തി ആങ്സൈറ്റി ഇസ് പാർട്ട് ഓഫ് ബീയിങ് എ ഗുഡ് സർജൻ. പക്ഷേ ആ ആങ്സൈറ്റി നമ്മളെ ക്രിപ്പിൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പം അതിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്താമായിരുന്നു എന്ന് തോന്നിയാൽ ഇനിയും തൊട്ട് ആ പ്രവൃത്തി മാറ്റണം. അപ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും നമ്മളിങ്ങനെ ആലോചിക്കും, സംശയമില്ലാത്ത കാര്യമാണ്.
ആൻഡ് ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചേഞ്ചസ് വരുത്തുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വേറെ കോഴ്സസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നതെന്ന് ആലോചിക്കും. മിക്കവാറും ഉള്ള സമയം പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇസ് യൂഷ്വലി സിസ്റ്റം എറേഴ്സ് ഓർ എ ബ്രോഡർ ഇഷ്യൂ എന്നുള്ളതാണ് അതിൽ സാധാരണ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് പ്രോസസ്സസ് ഉണ്ട്, ആശുപത്രികളിൽ മീറ്റിങ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് കേസസ് ഡിസ്കസ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും എന്നാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യുമെന്നും അങ്ങനെ. സോ അതിന് അതിൻ്റേതായ പ്രോസസ്സസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം നമുക്ക് ആർക്കും ദ്രോഹം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ആദ്യത്തെ ഇത്. പിന്നെ എപ്പോഴും നന്മ ചെയ്തിരിക്കണമെന്നും. സോ യു വിൽ ഓൾവേസ് ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഓൾവേസ് ചേഞ്ച് യുവർ പ്രാക്ടീസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഇപ്പോൾ സന്ധ്യയെ കേട്ടിരിക്കുന്ന ലിസണേഴ്സിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടർ സന്ധ്യയുടെ പ്രാക്ടീസസ് എവിടേക്കാണ് അവൈലബിൾ? സന്ധ്യയെ കാണണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സന്ധ്യയുടെ പ്രാക്ടീസും സർവീസസും ഉള്ളത്? പബ്ലിക്കിൽ ഞാൻ കൗണ്ടീസ് മനക്കാവിലാണ്, അപ്പോൾ ആ ഏരിയയാണ് സർവീസ് ചെയ്യുന്നത്. പ്രൈവറ്റിൽ നോർത്ത് ഷോറിൽ ഓക്ലൻഡ് ബ്രസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് ഐ എം ലീഡ് സർജൻ ദേ. അവിടെ ഇറ്റ്സ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ബ്രസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഞങ്ങൾ ഇമേജിങ്, സർജൻസ് ആൻഡ് ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ ഓൺ ഗോയിങ് കെയർ എല്ലാം ഒരു റൂഫിൻ്റെ കീഴിൽ ആണ് ചെയ്യുന്നത്. അതുകൂടാതെ എനിക്ക് ജനറൽ സർജറി എന്ന് വെച്ചാൽ ഹെർണിയ, ഗോൾ ബ്ലാഡർ, ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ ഓർ നോൺ ബ്രസ്റ്റ് റിലേറ്റഡ് പ്രാക്ടീസ് അത് വേറെ പ്രൈവറ്റിൽ ഷോർ വെസ്റ്റ് സർജിക്കൽ കെയർ എന്ന് പറയും. ഇത്രയും സ്ഥലങ്ങളിലാണ് ഡോക്ടർ സന്ധ്യ അവൈലബിൾ ആയിട്ടുള്ളത്. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഈ ഫീൽഡിലും? എന്താണ് സന്ധ്യയുടെ ഒരു ആംബിഷൻ മുന്നോട്ട്? ഭാവി പരിപാടി എന്ന് വെച്ചാൽ മെയിൻലി എനിക്ക് ടീച്ചിങ് വലിയ ഇഷ്ടമാണ്. അത് എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം. അപ്പം അത് ബന്ധപ്പെട്ടിപ്പം സൂപ്പർവൈസർ ഓഫ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ചെയ്യണമെന്നുണ്ട്. ആൻഡ് കോളേജ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഇതിൽ. കാരണം അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൾക്കാർക്ക് നല്ല ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളത്. സോ കൂടുതലും ടീച്ചിങ് ഫീൽഡ് കുറേ കൂടെ അതിൽ കുറേ കൂടെ ഇൻവോൾവ് ആവാനാണ് ഭാവി പരിപാടി. അതിൻ്റെ കൂടെ ഓൺ ദ സൈഡ് ഡാൻസ് ടീച്ചിങ്, അതൊക്കെ തന്നെ അഗൈൻ ടീച്ചിങ് റിലേറ്റഡ് ഫീൽഡ്സ് ആണ്. പാഷനേറ്റ് ആയിട്ടുള്ള ഡാൻസിങ്ങും കൂടെ കൊണ്ടുപോകണം എന്നുണ്ട്. അത് ഐ തിങ്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് കൗണ്ടീസിൽ ഓൺകോപ്ലാസ്റ്റിക്സിൻ്റെ ആക്സസ് കൂട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിപ്പോൾ കൂട്ടി ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് വെൽ. അപ്പോൾ ഇനിയുള്ള ലക്ഷ്യം ഇസ് മെയിൻലി ടു പ്രൊവൈഡ് ഗുഡ് ട്രെയിനിങ് ആൻഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്. നല്ല സന്തോഷം അത് കേട്ടതിൽ. നമ്മളെ കേൾക്കുന്ന ആസ്പയറിംഗ് സ്റ്റുഡൻസിന് ഈ ഫീൽഡിലോട്ട് വരണം എന്നുള്ളവർക്ക് മെഡിസിൻ ഒരു ജനറൽ ഫീൽഡിനേക്കാൾ ഉപരിയായിട്ട് ഓങ്കോപ്ലാസ്റ്റി എന്ന ആ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് താല്പര്യമുള്ള സ്റ്റുഡൻസിനോട് എന്താണ് സന്ധ്യയ്ക്ക് പറയാനുള്ളൊരു മെസ്സേജ്? ഇറ്റ്സ് എ ലോങ് ജേർണി, പക്ഷേ എ റിവാർഡിങ് ജേർണി. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഡസ് ഇറ്റ് ഫിറ്റ് യു ആസ് എ പേഴ്സൺ എന്നുള്ളത്. നിങ്ങൾക്ക് കൈകൊണ്ട് ജോലി ചെയ്യാൻ ഇഷ്ടമാണോ? ഓരോ കേസും വ്യത്യാസം വരും. അപ്പം നമ്മൾ ഒരു ഉടുപ്പുണ്ടാക്കുന്ന പോലെ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഉടുപ്പ് വേറൊരു വ്യക്തിക്ക് ശരിയാവില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദർ ഇസ് എ പ്ലാനിങ് ആൻഡ് തിങ്കിങ് പ്രോസസ്സ് അതിൻ്റെ പിന്നിൽ. പിന്നെ ബ്രസ്റ്റ് സർജറിയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ സോഫ്റ്റ് നേച്ചേർഡ് ആയിരിക്കണം, നമ്മൾ ഗുഡ് ലിസ്ണേഴ്സ് ആയിരിക്കണം. എന്ത് ക്യാൻസർ ഫീൽഡിലാണെങ്കിലും യു ഹാവ് ടു ബി എ ഗുഡ് ലിസ്ണർ. ആൻഡ് ആൾക്കാർക്ക് സഹായം ചെയ്യണം എന്ന് മാത്രമല്ല, അവർക്ക് എങ്ങനെ ആശ്വാസം കൊടുക്കും എന്ന് വളരെയധികം ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കണം. സോ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡായിരിക്കും.
അതിൻ്റെ കൂടെ സർജൻ എന്ന നിലയിൽ യു നീഡ് ഫിനെസ് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് എ കാം ഡെമീനർ. അപ്പോൾ ഇതും നിങ്ങൾക്കുണ്ടെങ്കിൽ ദെൻ യു റിയലി ഷുഡ് കൺസിഡർ ദിസ് ആസ് എ പൊട്ടൻഷ്യൽ കരിയർ ഓപ്ഷൻ. കുറേ നല്ല ക്വാളിറ്റീസാണ് സന്ധ്യ ഇപ്പം ഷെയർ ചെയ്തത്. സന്ധ്യയുടെ കൂടെ ഇത്രയും നേരം കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്വാളിറ്റീസ് എല്ലാം കൂടെ അടങ്ങിയ ഒരാളാണ് ഡോക്ടർ സന്ധ്യ എന്ന് എനിക്കും തോന്നുന്നു. എനിക്ക് ഉറപ്പിക്കാം ഒരു പക്ഷേ സന്ധ്യയുടെ അപ്ബ്രിങ്ങിങ്, കുട്ടിക്കാലം, മാതാപിതാക്കൾ, ഇതെല്ലാം സന്ധ്യയുടെ ഈ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകളും കൂടെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? അയ്യോ, ഈ പറഞ്ഞതൊന്നും ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരാളാണോന്ന് അറിയില്ല. പക്ഷേ എനിവേ താങ്ക് യു. കുട്ടിക്കാലം എന്ന് വെച്ചാൽ കുട്ടിക്കാലം നാടും അല്ലേ. ഞാൻ നാട്ടിൽ കൂടുതലും അവധിക്കാണ് പോയിട്ടുള്ളത്. ആ വിമാനം അങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ആ കേരനാടിൻ്റെ ആ കേരകളുടെ മേൽവശം മണ്ട കാണുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം വരും. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നാട്ടിൽ പോകാൻ. നാട്ടിൻ്റെ ആ മഴ പെയ്യുമ്പോഴത്തെ മണ്ണിൻ്റെ വാസനയൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അപ്പനും അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അവിടെ പോയിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു 3 മാസമൊക്കെ അവിടെ ചിലവാക്കാറുണ്ടായിരുന്നു. അത് രസമായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കും പ്രായമായിട്ടുള്ള ഇടപാടുകൾ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ അമ്മയച്ഛനെ എപ്പോഴും എല്ലാവരുടെയും ഈ പ്രായവരുടെ ഒക്കെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ എങ്ങനെ സംസാരിക്കണം ആൾക്കാരോട്, എങ്ങനെ പെരുമാറണം, അതൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചിട്ടുണ്ടാവാം. അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ നമ്മളെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ലേ. നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഒന്നും കൂടെ വളരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതും പിന്നെ നമ്മുടെ പ്രായം, നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള പോലെ അല്ലല്ലോ നമ്മൾ കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ. ഇതെല്ലാം നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ ഷേപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സകല എക്സ്പീരിയൻസസും നമ്മൾ ജീവിതത്തിൽ പരിചയപ്പെടുന്ന സകല ആൾക്കാരുടെ ഇൻഫ്ലുവൻസും. സന്ധ്യ കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എങ്ങനെയാണ് ഇത്ര നന്നായി മലയാളം പറയുന്നത്? ഇച്ചിരി തപ്പിത്തപ്പിയാ അല്ല, ഇത്രയും പുറത്ത് ജീവിച്ച ആള് ഇത്രയും നന്നായി മലയാളം പറയുന്നത് എന്നെ അതിശയിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, അമ്മയച്ഛനും വീട്ടിൽ മലയാളമായിരുന്നു പറയുന്നത്. പിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ എഴുതാനും വായിക്കാനും അറിയാം. അങ്ങനെ കുറച്ച് ഇങ്ങനെ പറയുകയും പിന്നെ അപ്പൂപ്പനും അമ്മയായിട്ട് എഴുത്തയക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് മലയാളം പഠിച്ചു. എന്നാലും ഉഗ്രൻ എന്ന് പറയാൻ. ഇപ്പം നമ്മളെ കേട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒത്തിരി സംശയങ്ങളും പേടിയുള്ളവർക്ക് ഒരു പക്ഷേങ്കിൽ കുറച്ച് പേടി കുറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ആശിക്കുന്നു. സന്ധ്യയും ആ ഒരു തീരുമാനം ഉണ്ടാവും. ഇവരോട് എന്താണ് ഡോക്ടർ സന്ധ്യയ്ക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഒരു മെസ്സേജേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേറെ ഒന്നും നേടിയിട്ടില്ലെങ്കിൽ ഈ മെസ്സേജ് കൊണ്ടുപോവുക നിങ്ങളുടെ കൂടെ. ഒരു മാസത്തിലൊരിക്കൽ പറ്റുമെങ്കിൽ പീരീഡിൻ്റെ ഇപ്പുറവും അപ്പുറവും ഉള്ള ആ 2 ആഴ്ച അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിൻ ചെയ്യുക, സ്വയം പരിശോധിക്കുക. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ റേഡിയോയിൽ കൂടെ പറയാൻ പ്രയാസമാണെങ്കിലും മിക്കവാറും നമ്മൾ ആ കുളിക്കാൻ കയറുമ്പോഴോ കുളിച്ചേച്ചിറങ്ങുമ്പോഴോ ആ സമയത്താണ് നല്ലത്. ആദ്യം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പുതിയതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നിപ്പിൾ റിട്രാക്ഷന്, സ്കിൻ ചേഞ്ച്, സ്കിൻ കളർ ചേഞ്ച്, കാണാവുന്ന വല്ല മുഴ, എന്തെങ്കിലും ഒരു ഡിംപ്ലിങ്ങോ ഒരു കുഴി പോലെ തോന്നുക, അങ്ങനെ. അത് കഴിഞ്ഞ് കുളിക്കുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സമയം. അപ്പോൾ അന്നേരം നമ്മൾ കൈയുടെ വിരലിൻ്റെ പത്തിഭാഗത്തിൻ്റെ പരന്ന ഭാഗം, അതായത് അതിൻ്റെ അറ്റമല്ല, വിരലിൻ്റെ അറ്റമല്ല, പത്തിഭാഗത്തെ പരന്ന ഭാഗം ഉപയോഗിച്ച്
നമ്മൾ ആദ്യം കക്ഷം പരിശോധിക്കുക. കൈ പൊക്കി കക്ഷത്തിലേക്ക് കൈ വെച്ചിട്ട് കൈ താത്തേച്ച് അത് താഴോട്ടിങ്ങനെ ഒരിത്തിരി പ്രഷറോടെ നമ്മൾ കൈ കൊണ്ടുവരാം. അപ്പോൾ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ നമ്മൾ അറിയും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനം, നമ്മുടെ മുല നമ്മൾ പരിശോധിക്കുക. അത് മുലയുടെ പുറത്തേ ഭാഗം തൊട്ട് നമ്മുടെ മുലക്കണ്ണ് നിപ്പിള് വരെ നമ്മൾ കൈ ഇങ്ങനെ ആ സെയിം കൈയുടെ പത്തിഭാഗം, വിരലിൻ്റെ പത്തിഭാഗം ഉപയോഗിച്ച് നമ്മൾ സ്ട്രോക്ക് ചെയ്യുക. അപ്പോൾ എഗൈൻ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ നമ്മൾ അറിയും. അതെന്നിട്ട് മുലയുടെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മേളിലോട്ടും താഴോട്ടും മേളിലോട്ടും വട്ടത്തിൽ എല്ലാം ചെയ്തൊന്ന് നോക്കുക. അങ്ങനെ 3 തരത്തിൽ അത് എക്സാമിൻ ചെയ്ത് കഴിയുമ്പം നമ്മളുടെ സാധാരണ സ്തനത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നറിയാം. കാരണം ആർക്കും അത് ഒരുപോലല്ല ഇരിക്കുന്നത്. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസമുണ്ട്, അത് സാധാരണ കൂടുതലുള്ള വ്യത്യാസമാണെങ്കിൽ നമ്മൾ അറിയും, സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. അതെന്നിട്ട് 2 ആഴ്ച കൊണ്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ പോയി കാണും. രണ്ടാമത് സ്ക്രീനിങ് മുടങ്ങാതെ ചെയ്യാം. സ്ക്രീനിങ് എന്ന് വെച്ചാൽ 45-നും 69-നും ഇടയ്ക്കുള്ള സ്ത്രീകൾ സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്ക്രീനിങ് പ്രോഗ്രാമുണ്ട്, അതിന് പോവുക. അത് എല്ലാ 2 വർഷം കൂടുമ്പോഴാണ്. അതിന് നമുക്ക് ഒരു 0800 നമ്പറും ഉണ്ട് അവർക്ക്. അല്ലാതെ കൂടാതെ ഓൺലൈനായിട്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ 0800 നമ്പർ 0800-270-200 എന്നാണ്. മൂന്നാമത്, നമുക്കിപ്പം ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസിസ് വന്നെന്ന് വെച്ചോളൂ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. പേടിക്കാതെ ചികിത്സ തുടരുക. കാരണം ബ്രസ്റ്റ് ക്യാൻസറിന് നല്ല ചികിത്സകളുണ്ട്. നേരത്തെ കണ്ടുപിടിച്ച് എല്ലാ ചികിത്സകളും എടുക്കുന്നവർക്ക് നല്ല സർവൈവൽ ഔട്ട്കമാണ് ബ്രസ്റ്റ് ക്യാൻസറിന് മറ്റുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച്. ബ്രസ്റ്റ് ക്യാൻസർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്യാൻസറാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നമ്പറുള്ളത്. ലോകത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ സെക്കൻഡാണ്. അപ്പോൾ ഇത് പലർക്കും വരുന്ന ഒരെണ്ണമാണ്. അതുകൊണ്ട് വന്നാൽ നമ്മൾ അതിനുള്ള ചികിത്സയ്ക്ക് പോവുക, ഭയക്കരുത്. കാരണം ഈ ചികിത്സകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ. അപ്പോൾ പേടിക്കാതെ നല്ലൊരു വേദിയിൽ ചെന്ന് അതിനുള്ള ചികിത്സ ഏറ്റെടുക്കുക. വിലപ്പെട്ട 3 കാര്യങ്ങളാണ് ഡോക്ടർ സന്ധ്യ ഇപ്പോൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ അവസാനം പറയുന്നത്. ഒന്ന്, സ്വയം പരിശോധിക്കുക. എല്ലാ പ്രായത്തിലുള്ളവരും അത് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു ന്യായം പറയാതെ നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തുക. കാരണം അത് നമ്മുടെ ആരോഗ്യമാണ്. രണ്ടാമത് പറഞ്ഞത്, ഇവിടെ ന്യൂസിലൻഡിൽ ജീവിക്കുന്നവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന മാമോഗ്രാം എന്ന് പറയുന്ന ചികിത്സ ഉപയോഗിക്കുക. മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ പാലിക്കുക. മൂന്നാമത്, ഇതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഭയക്കാതെ എത്രയും പെട്ടെന്ന് തുടങ്ങുക, ചികിത്സ തുടരുക. ഈ 3 കാര്യങ്ങളാണ് സന്ധ്യ പറഞ്ഞത്. ഞങ്ങൾക്ക് ശ്രോതാക്കൾക്കത് വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശമാണ്, അല്ലെ ഉപദേശമായിട്ട് തന്നെ ഞങ്ങളതിനെ കാണുന്നു. മുന്നോട്ട് സന്ധ്യയുടെ ടീച്ചിങ് പ്രൊഫഷനെക്കുറിച്ച് പറഞ്ഞു. ഡാൻസ് എന്ന പാഷനെ അടുത്തിടെ എങ്ങാനും പെർഫോമൻസസ് വല്ലതും വരുന്നുണ്ടോ സന്ധ്യയുടെയോ കുട്ടികളുടെയോ? കുട്ടികൾ പലയിടത്തായിട്ടും പെർഫോം ചെയ്യുന്നുണ്ട്. നോർത്ത് ഷോർ ദിവാളി ഫെസ്റ്റിവൽ, ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് വരുന്നുണ്ട്. ജയശ്രീ സീതാരാമനെ പലർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അറിയാം. ഒരു വളരെ ഗിഫ്റ്റഡ് സിംഗർ എന്ന് തന്നെ പറയാം. ജയശ്രീയുടെ പരിപാടി ഉയരെ എന്നുള്ള പരിപാടി AR റഹ്മാൻ ഹിറ്റ്സ് ജയശ്രീ അവതരിപ്പിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട്സ് റേസ് ചെയ്യാനും നമ്മളെല്ലാവരിലും ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയും ബ്രസ്റ്റ് ഹെൽത്തിനെ പറ്റിയും അവയർനെസ് ഉണ്ടാക്കാനും വേണ്ടിയാണ്. അപ്പോൾ കഴിയുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്യുക, ആ പരിപാടി അറ്റൻഡ് ചെയ്യുക.
അതും നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ സന്ധ്യ പറഞ്ഞപ്പോൾ കേൾക്കാൻ സാധിച്ചത്. വളരെയധികം സന്തോഷം മലയാളം FM-ലെ ശ്രോതാക്കളോട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും എന്തൊക്കെയാണ് സാധാരണക്കാരായ ഞങ്ങൾ ചെയ്യേണ്ടതെന്നും പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യേണ്ടതെന്നും സന്ധ്യ പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷം. മുന്നോട്ട് സന്ധ്യയുടെ സ്വപ്നങ്ങൾ എല്ലാം തന്നെ വിജയിക്കട്ടെ. പഠിപ്പിക്കുവാനുള്ള ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാനും ഡാൻസ് എന്ന കലാരൂപത്തെ എത്രത്തോളം വളർത്തണമെന്ന് സന്ധ്യ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നടക്കാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് മലയാളം FM-ൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ആശംസിക്കുന്നു. വളരെയധികം നന്ദി, സന്തോഷം. ഇങ്ങനൊരു വേദിയിൽ വന്ന് സംസാരിക്കാനും ഹെൽത്ത് അവയർനെസ് ഉണ്ടാക്കാനും ഒരു അവസരം തന്നതിന് മലയാളം FM-നോട് താങ്ക് യു സിന്ധു. താങ്ക് യു.